പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗകൻ. സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിന്റെ 18-ാം വാക്യം. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ പുര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. രണ്ട് കാര്യങ്ങൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ സോളമനിലൂടെ. അശ്രദ്ധയും അലസതയും നമ്മുടെ കുടുംബം തകർക്കാൻ ഇടവരും. വീട്ടുടമസ്ഥന് അശ്രദ്ധ വന്നാൽ ആ വീട് ഇടിഞ്ഞു വീഴുമെന്നാണ് പറയുന്നത്. അവന് അലസതയുണ്ടെങ്കിൽ പുര ചോരും. അശ്രദ്ധ, അലസത. ഈ അലസത എന്ന് പറയുന്നത് കാർഡിനൽ സിന്നിൽപ്പെട്ട ഒരു തിന്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അശ്രദ്ധയോടെ പഠിക്കുന്നു, അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ജീവിക്കുന്നു. വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചാൽ വലിയ അപകടമുണ്ടാകുന്നു. അശ്രദ്ധ എപ്പോഴും വലിയ വിപത്തുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കൂ എന്നാണ് കർത്താവ് തിരുവചനത്തിൽ പറയുന്നത്. 2, അലസത. അലസതയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പുണ്യം നാം പഠിച്ചിട്ടുണ്ട്. ഉത്സാഹം എന്നുള്ളതാണത്. ഉത്സാഹികളായിരിക്കണം. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല ഉത്സാഹികളായിട്ട് ജീവിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം എല്ലാം ഉത്സാഹപൂർവ്വം ചെയ്ത് ജീവിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. ആക്റ്റീവായിട്ടുള്ള ആളുകളായിട്ട് മാറണം. കർത്താവ് ഇന്ന് ആ സന്ദേശമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് അശ്രദ്ധയും അലസതയും വിട്ടുണരുക, ഉത്സാഹത്തോടെ തീഷ്ണതയോടെ മുന്നേറുക. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.